നമസ്കാരം. ENC എഡ്യൂമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സെക്കൻഡ് ഇയർ മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ മാനേജ്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പൊ സെക്കൻഡ് ഇയേഴ്സ് എല്ലാം നമുക്ക് പരീക്ഷ അടുത്ത് വരികയാണ്. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമ്മൾ ആദ്യം പറഞ്ഞു മാനേജ്മെന്റിൽ രണ്ട് വിഭാഗം, രണ്ട് സെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് തിയറിയിൽ അഞ്ച് പാഠം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ പാഠം എക്കണോമിക് എൻവയോൺമെന്റ്, രണ്ടാമത്തേത് എന്തായിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, മൂന്നാമത്തേത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ലോങ് റൺ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, നാലാമത്തേത് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, അഞ്ചാമത്തേത് ക്വാളിറ്റി മാനേജ്മെന്റ്. 5 ചാപ്റ്ററാണ് നമുക്ക് പ്രധാനമായിട്ടും തിയറി വരുന്നത്. അടുത്ത രണ്ടാമത്തെ വിഭാഗത്തിൽ നമ്മൾ ഇന്ന് ക്ലാസ് എടുത്ത് തുടങ്ങാൻ പോവുകയാണ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഡേറ്റ പ്രസന്റ് ചെയ്യുന്നതിന്, നമ്മൾ കളക്ട് ചെയ്യുന്നതിനും, നമ്മുടെ ബിസിനസ്, നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നതിനും അവയെ ശരിയായ രീതിയിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ അതിൽ നമ്മൾ ഒന്നാണ് പഠിക്കാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഇയറിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഒരു വാല്യൂ കണ്ടുപിടിക്കുക. എല്ലാ നമ്മുടെ സീരീസിൽ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസിനെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരൊറ്റ ഡേറ്റ കണ്ടുപിടിക്കുന്നതാണ് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. പൊതുവായി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് ആവറേജസ് എന്നും പറയാറുണ്ട്, ശരാശരികൾ എന്നും പറയാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം ആവറേജസ് എന്ന് വെച്ചാൽ എന്താണെന്ന്. എന്താണ് ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ? ആ ആവറേജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഡേറ്റേനെയും റെപ്രസെന്റ് ചെയ്ത് നമ്മൾ ഒരൊറ്റ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് ആവറേജസ് അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പൊ എല്ലാ വാല്യൂയും ആ എല്ലാ വിലകളെയും എല്ലാ സംഖ്യകളെയും പ്രതിദാനം ചെയ്യുന്ന ഒരൊറ്റ വില കണ്ടുപിടിക്കുന്നതാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അല്ലെങ്കിൽ അവയെ നമ്മൾ വേറൊരു വാക്കിൽ പറഞ്ഞു ആവറേജ്. ആ സെൻട്രൽ വാല്യൂനെ നമ്മൾ പറയുന്നതാണ് ആവറേജസ് എന്ന് പറയുന്നത്. ആൻഡ് ആവറേജ് ഈസ് എ സിഗ്നിഫിക്കന്റ് സിംഗിൾ എക്സ്പ്രഷൻ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ഹോൾ ഡിസ്ട്രിബ്യൂഷൻ. അല്ലെങ്കിൽ മെഷർ സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ ആൻ ആവറേജ് ഈസ് എ സിംഗിൾ എക്സ്പ്രഷൻ, എ സിഗ്നിഫിക്കന്റ് സിംഗിൾ എക്സ്പ്രഷൻ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ഹോൾ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമുക്കിപ്പോ കുറെ ഡേറ്റ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു സീരീസ് പറയാണ് 1 2 3 4 5 6. ഓക്കെ, ഈ ഡേറ്റ നമ്മളിപ്പം ഇത് ഇത്രയും ഒരു സീരീസ് ആണെന്ന് വിചാരിച്ചോളൂ. ഈ സീരീസിലെ എല്ലാ ഡേറ്റയും റെപ്രസെന്റ് നമ്മൾ ഒരൊറ്റ വില കണ്ടുപിടിക്കുകയാണ്. എന്ത് ചെയ്യും? നമ്മൾ ഇവയെല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നു. 1 + 2 3, 3 + 3 6 10 15 then 21. ഓക്കെ, ആ 21 ടോട്ടലിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ദാറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ദിസ് സീരീസ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ഡേറ്റനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരൊറ്റ വില കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ആവറേജ് എന്ന് പറയുന്നത്. അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആവറേജസ് നമ്മൾ പഠിക്കും. അതിനു മുമ്പ് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്കിപ്പോ മനസ്സിലായി. 1 2 3 4 5 6 എഴുതുന്നതിന് പകരം അവയെ നമ്മൾ ഒരൊറ്റ വിലയിലേക്ക് നമ്മൾ ചുരുക്കി എഴുതി. ഓക്കെ, അങ്ങനെ നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചത്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജസിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് ടു ഫൈൻഡ് റെപ്രസെന്റേറ്റീവ് വാല്യൂ. ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെപ്രസെന്റേറ്റീവ് വാല്യൂവിനെ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ വാല്യൂസും ഉണ്ട്. നമ്മളിപ്പോ ഒരു 10 സംഖ്യകൾ എഴുതുകയാണെങ്കിൽ അവയെ നമ്മൾ എപ്പോഴും എഴുതുന്നവർ എന്ത് എഴുതിയാൽ മതി? ഈ ഒരൊറ്റ സംഖ്യ പ്രതിദാനം ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങളുടെ മാർക്ക് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ക്ലാസ്സിലെ മാർക്ക് ഇപ്പൊ ആവറേജ് ഒരു 58% ആണ് എന്നൊക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ പോപ്പുലേഷൻ എണ്ണമാണെങ്കിലും ദെൻ ഓരോ ക്ലാസ് വൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയെല്ലാം നമുക്ക് ആ ക്ലാസ്സിലുള്ള മൊത്തം ഡേറ്റയെ നമുക്ക് ഒരൊറ്റ വില, ഒരു റെപ്രസെന്റേറ്റീവ് വാല്യൂ ആക്കി മാറ്റാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടന്റ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. എന്താണ് ഒന്നാമത്തേത്? ടു ഫൈൻഡ് എ റെപ്രസെന്റേറ്റീവ് വാല്യൂ. നമുക്കൊരു റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു വില കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. ആവറേജ് ഈസ് എ സിംഗിൾ വാല്യൂ വിച്ച് ക്യാൻ റെപ്രസെന്റ് ദ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ. ആ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ സീരീസിലുള്ള മൊത്തം സംഖ്യകളെയും പ്രതിനിധാനം ചെയ്തുള്ള ഒരൊറ്റ വിലയെ പറഞ്ഞ പേരാണ് ആവറേജ് എന്ന് പറഞ്ഞത്. ഓക്കെ, ആവറേജ് എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ?
ആവറേജ് ഈസ് എ സിംഗിൾ വാല്യൂ. ആവറേജ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ വാല്യൂ ആണ്, ഒരൊറ്റ സംഖ്യയാണ്. വിച്ച് ക്യാൻ റെപ്രസെന്റ് ദ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ. ആ സീരീസിലുള്ള മൊത്തം ഡേറ്റയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിംഗിൾ വാല്യൂനാണ് ഈ ആവറേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു റെപ്രസെന്റേറ്റീവ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിലൂടെ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് വെച്ചാൽ ടു കണ്ടൻസ് ഡേറ്റ. എന്തായി മാറ്റും? നമുക്ക് വലിയ വിശാലമായ അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് ബ്രീഫാക്കി ഷോർട്ടാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. ഏത് വഴിയാണ്? ബൈ യൂസിങ് ആവറേജസ്. അപ്പം ആവറേജസ് ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ കണ്ടൻസ് ഡേറ്റ. എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ലാർജ് ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത, നമ്മൾ ക്ലാസിഫൈ ചെയ്ത ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഈ ഡേറ്റയെ നമുക്ക് കണ്ടൻസ് ചെയ്ത് ആവറേജസ് ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ ബ്രീഫ് ഡേറ്റയാക്കി മാറ്റാൻ സാധിക്കുന്നു. ഓക്കെ, സെക്കൻഡ് വൺ, ടു കണ്ടൻസ് ഡേറ്റ. നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ട് ചെയ്തത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, ടേർഷ്യറി ഡേറ്റ. അവയെ നമ്മൾ പല സ്ഥലങ്ങളിലൂടെ ക്വസ്റ്റ്യനർ ഉപയോഗിച്ചുകൊണ്ട്, ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പല ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്തതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പൊ കളക്ട് ചെയ്തത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ലാർജ് എമൗണ്ട് ആണെങ്കിൽ അവയെ നമുക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അവയെ നമുക്ക് എന്തായി മാറ്റുന്നു? സമ്മറി ചെയ്ത് ബ്രീഫാക്കി മാറ്റാൻ സഹായിക്കുന്നു. ആവറേജസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേത് പറഞ്ഞു. ദെൻ മൂന്നാമത്തേത് ടു മേക്ക് കമ്പാരിസൺ. എന്തിനു വേണ്ടി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉപയോഗിക്കുന്നു? മൂന്നാമത്തേത് ടു മേക്ക് കമ്പാരിസൺ. നമുക്ക് താരതമ്യ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടും ഏത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്? ഈ ആവറേജസ് ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഈ വർഷത്തെ ലാഭം അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രൊഡക്ഷൻ, ഈ വർഷത്തെ സെയിൽസ്, കഴിഞ്ഞ വർഷത്തെ സെയിൽസ്, കഴിഞ്ഞ വർഷത്തെ പ്രൊഡക്ഷൻ, കഴിഞ്ഞ വർഷത്തെ ലാഭം, അങ്ങനെ അല്ലെങ്കിൽ പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ ജനസംഖ്യ, അതിലാണത്ര പെണ്ണത്ര, കഴിഞ്ഞ മുമ്പിലത്തെ സെൻസസിലെ പോപ്പുലേഷന്റെ ആകെ എണ്ണം, അതിൽ മെയിൽ എത്ര, ഫീമെയിൽ എത്ര, അല്ലെങ്കിൽ ലിറ്ററസി റേറ്റ് എത്രയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പാരിസൺ, ഈസി ആയിട്ട് നമുക്ക് കമ്പാരിസൺ നടത്താൻ വേണ്ടി ഏത് സഹായിക്കുന്നുണ്ട്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മളെ സഹായിക്കുന്നുണ്ട്. ആവറേജസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ടു മേക്ക് കമ്പാരിസൺ ഓഫ് ടു ഓർ മോർ distribution we have to find the representative value of this distribution. അപ്പോൾ നമുക്ക് കമ്പാരിസൺ നടത്തണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള 2-3 സീരീസ് ഉണ്ടെങ്കിൽ അവയുടെ ആവറേജ് കണ്ടുപിടിക്കുക. ആ ആവറേജ് നമ്മൾ എന്ത് ചെയ്തോളും? കമ്പാരിസൺ നടത്തി നമുക്ക് താരതമ്യം നടത്തി ഏതാണ് ബെറ്റർ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ 3 നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റനെ ബ്രീഫ് ആക്കി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഒരൊറ്റ ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദെൻ എന്റെ ഡേറ്റ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ കമ്പാരിസൺ നമ്മൾ നടത്താൻ സാധിക്കുന്നു. ദെൻ നാലാമത്തേത് ഹെൽപ്ഫുൾ ഇൻ ഫർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. Many technique of statistical analysis like measures of dispersion, measures of correlation, index numbers, ഇതൊക്കെ എല്ലാം പലതരം ടെക്നിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും, കോറിലേഷൻ ടെക്നിക് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും, ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഫർദർ അനാലിസിസ് നടത്താനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടുപിടിച്ച ഡേറ്റയുടെ വീണ്ടുമുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏതാണ്? to help further statistical analysis. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്തിനെ സഹായിക്കുന്നു? ടു ഹെൽപ്പ് ഫർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഏതൊക്കെ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്? വെറുതെ റെപ്രസെന്റേറ്റീവ്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ കണ്ടുപിടിക്കുക മാത്രമല്ല, അതിന് ഫർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ നിങ്ങൾ പഠിക്കും. ദെൻ കോറിലേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാ ടെക്നിക്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനങ്ങൾ അല്ലെങ്കിൽ അനാലിസിസ് നടത്താൻ നമുക്ക് ഇത് സഹായമാകുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. എന്തിന് നമ്മൾ ഈ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ സിംഗിൾ വാല്യൂ കണ്ടുപിടിക്കുന്നു? അതിന്റെ ഉപയോഗം എന്തൊക്കെയാണ്? ഓക്കെ, അതിൽ എന്തൊക്കെയാണ് ഈ ആവറേജസിന്റെ പ്രാധാന്യം, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ പ്രാധാന്യം? ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ആ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ റെപ്രസെന്റ് ചെയ്ത് ഒരൊറ്റ സിംഗിൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് ബ്രീഫാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. ദെൻ നമ്മളെ കമ്പാരിസൺ നമ്മളെ സഹായിക്കുന്നുണ്ട്, താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ഫർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമ്മളെ
സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആവറേജസ്. ഓക്കെ, ആവറേജസിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു തീർത്തത്. റെപ്രസെന്റേഷൻ വാല്യൂ, ദെൻ കണ്ടൻസ്ഡ് ഡേറ്റ, ദെൻ കമ്പാരിസൺ സഹായിക്കുന്നു, ഫർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ പോകുന്നത് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. നമ്മൾ പറഞ്ഞു സിംഗിൾ വാല്യൂ. ആവറേജ് എന്താണ്? എല്ലാ ഡേറ്റയിനെയും എല്ലാ സീരീസിലുള്ള മുഴുവൻ ഡിസ്ട്രിബ്യൂഷനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരൊറ്റ സിംഗിൾ വാല്യൂനെ കണ്ടുപിടിക്കുന്നതാണ് ആവറേജ്. അപ്പൊ ആ ആവറേജിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്? നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. നെക്സ്റ്റ് വൺ ക്വാളിറ്റീസ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളും ആണ്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്? നല്ലൊരു ശരാശരിക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തേത്, ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്. അത് കൃത്യമായി നിർവചിച്ചിരിക്കണം. ഒന്നാമത്തെ എന്താണ്? റിജിഡ്ലി ഡിഫൈൻഡ്. ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം, നിർവചിച്ചിരിക്കണം. എന്താണ് ഡേറ്റ എന്നുള്ളതും ഡേറ്റയ്ക്കുള്ള ആവറേജ് എന്താണെന്നുള്ള കാര്യം, ഏത് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കണം എന്നുള്ള കാര്യം ഈ ആവറേജ് കൃത്യമായി നിർവചിച്ചിരിക്കണം. ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്. രണ്ടാമത്തേത്, ഇറ്റ് ഷുഡ് ബി റെപ്രസെന്റേറ്റീവ് ഓഫ് ദി എൻറ്റയർ ഡേറ്റ. ഒരു ഡേറ്റയും ഒഴിവാക്കാൻ പാടില്ല. നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡേറ്റയെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരൊറ്റ സിംഗിൾ വാല്യൂ ആണ് ആവറേജ് എന്ന് പറഞ്ഞു. സോ ദ ഗുഡ് ആവറേജിന് ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ഗുണമാണ് ഇറ്റ് ഷുഡ് ബി റെപ്രസെന്റേറ്റീവ് ഓഫ് ദി എൻറ്റയർ ഡേറ്റ. രണ്ടാമത്തെ എന്താണ്? റെപ്രസെന്റേറ്റീവ് ഓഫ് എൻറ്റയർ ഡേറ്റ. മുഴുവൻ ഡേറ്റയുടെയും ഒരു പ്രതിനിധി ആയിരിക്കണം നമ്മുടെ ആവറേജ്. ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ആവറേജ്, നല്ലൊരു ശരാശരിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്. രണ്ടാമത്തേത്, ഇറ്റ് ഷുഡ് ബി റെപ്രസെന്റേറ്റീവ് ഓഫ് ദി എൻറ്റയർ ഡേറ്റ. മൂന്നാമത്തേത്, ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓഫ് ഓൾ ഒബ്സർവേഷൻ. എന്തിനെ അടിസ്ഥാനമാക്കിയിരിക്കണം? ആ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയിനെയും അടിസ്ഥാനമാക്കിയായിരിക്കണം നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി മൂന്നാമത്തേത്, ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. Based on all observations. Okay, എന്താണ് ഗുഡ് ക്വാളിറ്റി? എന്തൊക്കെയാണ്? സോറി, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. ഒന്നാമത്തേത് റിജിഡ്ലി ഡിഫൈൻഡ്. രണ്ടാമത്തേത് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ എൻറ്റയർ ഡേറ്റ. മുഴുവൻ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം ആവറേജിന്. മൂന്നാമത്തേത് എല്ലാ ഒബ്സർവേഷനെയും, ആ ഓരോ സീരീസിലുള്ള എല്ലാ ഒബ്സർവേഷനെയും അടിസ്ഥാനമാക്കിയായിരിക്കണം. ദെൻ നാലാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ നാലാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഈസിലി കാൽക്കുലേറ്റഡ്. എങ്ങനെ ആയിരിക്കണം? സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതി ആയിരിക്കണം ആവറേജസ്. ഓക്കെ, നാലാമത്തെ പ്രത്യേകത ഇറ്റ് ഷുഡ് ബി ഈസിലി കാൽക്കുലേറ്റഡ്. നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചിരിക്കണം, എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ദെൻ അഞ്ചാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഈസി ഇന്റർപ്രിട്ടേഷൻ. എന്തിനു സാധിച്ചിരിക്കണം? ആ ഗുഡ് ആവറേജ് അല്ലെങ്കിൽ ആ നമ്മൾ കണ്ടുപിടിച്ച ശരാശരിക്ക് ഈസി ഇന്റർപ്രിട്ടേഷൻ, ശരിയായ രീതിയിൽ എളുപ്പത്തിൽ വിലയിരുത്താൻ നമുക്ക് സാധിച്ചിരിക്കണം. കേപ്പബിൾ ഓഫ് ദ ഗുഡ് ആവറേജ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഈസി ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ എന്താണ്? വിലയിരുത്തൽ. ഓക്കെ, ശരിയായ രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിച്ചിരിക്കണം. അവിടെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. നമ്മുടെ ഗുഡ് ആവറേജിന്റെ ക്വാളിറ്റി ഒന്നാമത്തേത് എന്താണ്? റിജിഡ്ലി ഡിഫൈൻഡ് ആയിരിക്കണം. റെപ്രസെന്റേറ്റീവ് ഓഫ് ദ എൻറ്റയർ ഡേറ്റ ആയിരിക്കണം. ദെൻ ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ ആയിരിക്കണം ഈ ആവറേജ്. നാലാമത്തേത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കണം. അഞ്ചാമത്തേത് ഈസി ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. ദെൻ ആറാമത്തെ നമ്മൾ വിളിക്കാം ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. നമ്മുടെ ആവറേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് ഏത് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം? നമ്മൾ കണ്ടുപിടിച്ച ഗുഡ് ആവറേജ് സാധിച്ചിരിക്കണം. എന്താണ് ആറാമത്തേത്? ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ വഴി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആവറേജ് കണ്ടുപിടിച്ചു. ആ ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വേണ്ടി ഇത്
പ്രയോജനപ്പെടുത്താൻ സാധിച്ചിരിക്കണം. ദ ലാസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്ട്രീം വാല്യൂ. ഇത് എങ്ങനെ ആകാൻ പാടില്ല? അങ്ങേയറ്റം ആകാൻ പാടില്ല. ഓക്കെ, ഒന്നുകിൽ അങ്ങേയറ്റത്ത് അല്ലെങ്കിൽ ഏതൊരു മിഡിൽ വാല്യൂ ആകാൻ പാടുള്ളൂ. ഓക്കെ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്ട്രീം വാല്യൂ. ഏതിന്റെ അർത്ഥം? എക്സ്ട്രീം വാല്യൂ ആകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എ മിഡ് വാല്യൂ ആയിരിക്കണം. ഇതാണ് ആവറേജിന്റെ പ്രധാനപ്പെട്ട 7 ക്വാളിറ്റീസ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. ശരാശരിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി എ റെപ്രസെന്റേറ്റീവ് ഓഫ് എൻറ്റയർ ഡേറ്റ. മുഴുവൻ ഡേറ്റയുടെയും ഒരു റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം. ദെൻ ഓൾ ഒബ്സർവേഷൻസിനെയും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ആവറേജ് കണക്കാക്കാൻ വേണ്ടി. ദെൻ ആവറേജ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കണം. ദെൻ അടുത്തത് കേപ്പബിൾ ഓഫ് ഈസി ഇന്റർപ്രിട്ടേഷൻ. ഈസിയായിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം. ദെൻ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്ട്രീം വാല്യൂ. ഏതുമായി സ്വാധീനം ചെലുത്താൻ പാടില്ല? എക്സ്ട്രീം വാല്യൂ ആയിരിക്കാൻ ഇത് പാടില്ല. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഇത്രയും പറഞ്ഞുള്ളൂ. എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? നമ്മുടെ കയ്യിൽ ലാർജ് എമൗണ്ട് ഓഫ് പേപ്പർ കണക്ക് ഡേറ്റ ഇരിപ്പുണ്ട്. അവയെ നമുക്ക് എന്താക്കി മാറ്റണം? നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്, വിശകലനം നടത്താൻ സാധിക്കുന്നതിനും ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്നതിനും അവയെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് ഡേറ്റയെ ചുരുക്കുന്നതാണ് അല്ലെങ്കിൽ ഡേറ്റയുടെ അളവിനെ കുറയ്ക്കുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ പൊതുവായി പറയുന്ന വാക്കാണ് ആവറേജസ്. ആവറേജ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ വാല്യൂ കണ്ടുപിടിക്കുന്നു. മൊത്തം ഡേറ്റയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് ആവറേജ് എന്ന് പറഞ്ഞു. അതിന്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പഠിച്ചത് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് കാണാം അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.